ഹൈ മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്ന നേരത്ത് ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാഷും കാളൊക്കെ ഏൺ ചെയ്ത് വിട്രോടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ലൈവായിട്ട് തന്നെ കയറുക, ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്യാഷ് വിട്രോടിക്കുക, അക്കൗണ്ടിട്ട് വരുന്നത് കാണിച്ചും തരുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്. 2K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാളൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്ത് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഒട്ടും താമസം ഇല്ലാതെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. മച്ചാന്മാരെ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നേരത്ത് ഒരു അടിപൊളി ഒരു ആപ്പാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ജിമെയിൽ ഐഡി ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ കഴിഞ്ഞു. കയറി കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന കാണില്ലേ, 3 രൂപ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും പോലും. ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നോക്കിയോ. പ്ലേ നൗ എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് 200 കോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സൈനപ്പ് ബോണസ് ആയിട്ട് 200 കോയിൻസ് ഉണ്ട്. പിന്നെ വേറെ കുറേ ഏണിംഗ് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതൊക്കെ ലോക്കായിട്ടിരിക്കുകയാണ്. നമുക്കത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗെയിം കളിക്കണം. ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 3 രൂപ കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ കാണിച്ചു തരാം. അവിടെ പ്ലേ ടൈം എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൂടെ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അവിടെ തന്നെ മേളിൽ ഗെറ്റ് ഇൻസ്റ്റൻറ്റ് 3 എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് സെയിം തന്നെയാണ്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. then അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആക്ടിവേറ്റ് നൗ പറഞ്ഞ് ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കണം. അലോ ചെയ്ത് ബാക്ക് അടിക്കാൻ നേരത്തെ ഒരു ഗെയിം അവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ മിനിറ്റിൽ നമുക്ക് 6 കോയിൻസ് വെച്ച് തരുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇതുപോലെ തന്നെ വേറെയും കുറേ ഗെയിംസൊക്കെ വരും കേട്ടോ. ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് നമുക്ക് ഗെയിംസൊക്കെ വരും. ആൻഡ് ഓരോ ഗെയിം ഇൻസ്റ്റാൾ ആക്കുമ്പോൾ വേറെയും കുറേ ഗെയിംസ് വരും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. സോ ഇവിടെ കാണാൻ പറ്റുന്ന വേറെ കുറേ ഗെയിംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ഓഫറുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ 1 മിനിറ്റ് 7 രൂപ കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 14 കോയിൻസ് കിട്ടും. മീൻസ് 7 കോയിൻസാണ് കിട്ടേണ്ടതെങ്കിൽ ഇപ്പം നമുക്ക് 14 കോയിൻസ് കിട്ടും. സോ അങ്ങനെ നമുക്ക് ക്യാഷും കാളൊക്കെ ഏൺ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കാണിച്ചു തരാം. നേരെ പ്ലേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ കുറേ ഗെയിംസൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും മൈ ഗെയിം സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ട്രാക്ക് ആയിട്ടുണ്ട്. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? പ്ലേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അതിലൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. രജിസ്റ്റർ ചെയ്യണമെന്നില്ല എന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കി ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചു വരാനകത്ത് കാണാൻ പറ്റുന്ന കോയിൻസ് നമുക്ക് അവിടെ ആഡായി കഴിഞ്ഞു. കണ്ടില്ലേ? അതിന് ആ ഒരു ഗെയിം സെക്ഷനിലോട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും 44 കോയിൻസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഇനിയൊരു 3 മിനിറ്റ്, ഇനിയൊരു 4 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കോയിൻസ് അവിടെ ആഡായിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഗെയിംസും കളിച്ചുകൊണ്ട് ഇവിടെ ക്യാഷും കാളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇപ്പം പിന്നെയും മൈ ഗെയിം സെക്ഷനിലോട്ട് പോകുക. പ്ലേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷനിൽ വെയിറ്റ് ചെയ്യുന്നു, ബാക്ക് അടിക്കുന്നു. അപ്പോൾ നമുക്ക് അഗെയിൻ ആ ഒരു കോയിൻസും കാലം കിട്ടും. മൊത്തത്തിൽ ഇപ്പോൾ 76 കോയിൻസ് അവിടെ ആയിട്ടുണ്ട്. സിമ്പിൾ. അതിന് വേറെ കുറേ ഓപ്ഷൻസൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫർ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 28 ജെംസ് പോലെ സാധനം കാണാം. ഓക്കെ, 28 ജെമ്മ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാച്ച് ആഡ് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ 28 ജെമ്മ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്ലേ ഗെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പസിൽ പോലെ ഒരു ഗെയിമുണ്ട്, അതൊന്ന് ചെയ്യുക. ഓക്കെ, ബട്ട് ഇത് അത്രയ്ക്ക് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ഗെയിം കഴിയുമ്പോഴും നമുക്ക് ഓരോ വീഡിയോസ് വെച്ച് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ ജെമ്മ് വെച്ച് കിട്ടും. അങ്ങനെ നിങ്ങൾ 28 വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് എത്ര കോയിൻസ് ആണെന്നുള്ള കാര്യം അറിയത്തില്ല. അത്യാവശ്യം നല്ല കോയിൻസ് ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി വേസ്റ്റ് ഓഫ് ടൈം ആയിപ്പോവും. ഓക്കെ, സോ അത് ഞാൻ അത്ര ഇത് പറയുന്നില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസും കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കുറേ അധികം ഓഫേഴ്സ്. ഓരോ ഓഫറും കംപ്ലീറ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ക്യാഷും കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ വലിയ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിനകത്ത് റിസ്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് 25 രൂപ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്താണ് നമുക്ക് 3000 സംതിങ് കോയിൻസ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊന്നും നോക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ചെറിയ എമൗണ്ടൊക്കെ ഉള്ളത്, ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ സിമ്പിളായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഇത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക മാത്രം. ഓക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള ചെറിയ എമൗണ്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ സർവേയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് സർവീസ് കംപ്ലീറ്റ് ആയിക്കൊണ്ടും ക്യാഷും കാളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കളക്കേണ്ടതൊക്കെ ട്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, മെയിനായിട്ട് ആ ഗെയിമും പിന്നെ താഴെ ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ കൂട്ടുകാരൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനാണ്. മെയിനായിട്ട് ആ ഗെയിമും ഇൻവൈറ്റ് ഓപ്ഷൻ നോക്കിയാൽ മതി. അതാണ് ഞാൻ ബാക്കിയെല്ലാം ഒന്ന് പെട്ടെന്ന് അങ്ങ് ഓടിച്ചിട്ട് പറഞ്ഞത്.
ഇവിടെ ഇൻവൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന നേരത്ത് കാണാൻ പറ്റും. നമുക്ക് ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകാരന് അവിടെ സൈനപ്പ് ബോണസായിട്ട് 200 കോയിൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 200 കോയിൻസ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അവൻ ഏൺ ചെയ്യുന്നതിൻ്റെ 25% നിങ്ങൾക്ക് ലൈഫ് ടൈം കമ്മീഷനായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അവൻ എത്രത്തോളം അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 200 കോയിൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഗെയിം കളിക്കണം. മനസ്സിലായില്ലേ? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തൊരു ഗെയിം കളിക്കണം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ലിങ്ക് വഴി ഇൻസ്റ്റാൾ ചെയ്ത് ഉടനെ തന്നെ കിട്ടുമെന്നൊന്നും വിചാരിക്കില്ല. പിന്നെ റിവാർഡ് സെക്ഷനകത്ത് ഇപ്പം 10 പേരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 കോയിൻസ്, 50 പേരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ 3000 കോയിൻസ്, 100 പേരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഐഫോൺ വരെ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അവർ തരുമെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കേട്ടോ, അത് വേറൊരു കാര്യം. ആ ഒരു കോയിൻസ് ഒക്കെ അവർ തരും, അത് ഓക്കെയാണ്. ബട്ട് ഈ താഴോട്ട് പറയുന്ന ഐഫോണും കീ ഫോണൊക്കെ തരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, അത് വേറൊരു കാര്യം. അതൊന്നും വലിയ എക്സ്പെക്റ്റ് ചെയ്യൊന്നും വേണ്ട, മാക്സിമം ക്യാഷ് ഏൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി വിഡ്രോ അടിക്കാൻ നോക്കാൻ നേരത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഗൂഗിൾ പ്ലേയിലേക്ക് വിഡ്രോ അടിക്കാം, പേപ്പാളിലേക്ക് വിഡ്രോ അടിക്കാം, UPIയിലേക്ക് വിഡ്രോ അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. എനിക്ക് എന്തായാലും ഇപ്പോൾ UPIയിലോട്ട് വിഡ്രോ അടിച്ചാൽ മതി. സോ അങ്ങനെ UPI ഞാൻ സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള UPI സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെ ഏതാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പേടിഎമ്മിൻ്റെ UPI അടിച്ചു കൊടുക്കുന്നു, ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുന്നു, ഫുൾ നെയിം അടിച്ചു കൊടുക്കുന്നു, സേവ് ആൻഡ് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് 3 രൂപ. ഓക്കെ, 3 രൂപ നമുക്കിപ്പോൾ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ 10 രൂപ വിട്ട് അടിക്കാം, 25 രൂപ അടിക്കാം, 50 രൂപ അടിക്കാം. ഇനി കുറച്ച് ഗെയിം കളിക്കുക, കുറച്ച് റെഫറൊക്കെ ചെയ്താൽ മതി, സുഖത്തെ വിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു 3 രൂപ വിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ നേരെ ആ ഒരു സെലക്ട് ചെയ്യുന്നു, റെഡീം നൗ എന്നാണോ, ഓൾറെഡി സെലക്റ്റഡ് ആണ്. സോ റെഡീം നൗ എന്ന് പറഞ്ഞ ഓപ്ഷനോട് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്കത് റെഡീം ആവുന്നതായിരിക്കും. ഓക്കെ, സോ ക്ലിക്ക് ചെയ്താലോ, 3 രൂപ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ റെഡീം നൗ എന്ന് പറഞ്ഞ ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കോയിൻസും കാര്യങ്ങളൊക്കെ മൈനസ് ആയിട്ടുണ്ട്. ബാലൻസ് ഇനി 200 കോയിൻസ് മാത്രമേ അവിടെ ഉള്ളൂ. വിഡ്രോ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വിഡ്രോ അടിച്ചു, റെഡീം ആയിട്ടുണ്ട്. പക്ഷേ പെൻഡിങ് കിടക്കുവാണ്, നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, സംഭവം പെൻഡിങ് കിടക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണല്ലേ, പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. സോ പെൻഡിങ് സക്സസ് ആകുമ്പോൾ നമുക്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് വരുന്നതായിരിക്കും. ഓക്കെ, ഇൻസ്റ്റൻ്റ് അല്ല, അതാണ് മെയിൻ കുഴപ്പം. ഇൻസ്റ്റൻ്റ് അല്ല. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 8 മിനിറ്റ്. ഓക്കെ, 8 മിനിറ്റ് മുമ്പ് ആണ് നമ്മൾ റെഡീം ചെയ്തത്. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നിട്ടുണ്ട്. എത്ര രൂപ? 3 രൂപ. ഞാൻ എൻ്റെ പേടിഎം എടുത്ത് നോക്കിയപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും 2 രൂപ 46 പൈസയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ആപ്പിൽ നിന്ന് തന്നെയാണ് ക്യാഷ് പാണ്ട പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയിരിക്കുന്നത്. ആപ്പിൻ്റെ പേര് ഉപയോഗിച്ച് തന്നെയാണ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് അവർ പിടിക്കുന്നുണ്ട്. 40 പൈസ ആകുമ്പോൾ ടാക്സ് ആയിട്ട് പിടിച്ചു. ഓക്കെ, 40 പൈസയെ പിടിച്ചിട്ടുള്ളൂ. നമുക്ക് 2 രൂപ 60 പൈസ കിട്ടി, 3 രൂപ വിട്ട് അടിച്ചതാണ്. അപ്പോൾ അതാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ടുള്ളത്. പക്ഷേ എന്നാലും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്യാഷ് വേണമെങ്കിൽ എൻജിൻ എടുക്കാനായിട്ട് പറ്റും. കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിച്ചും പിന്നെ കൂട്ടുകാരൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. റെഫറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി സമയമൊന്നും ഇല്ല, ഒട്ടും ഇല്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗെയിം ഇൻസ്റ്റാൾ ആക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കൂടിപ്പോൾ 5 മിനിറ്റ് നിങ്ങൾക്ക് 3 രൂപ കിട്ടി. 3 രൂപ 2 രൂപ 60 പൈസ കിട്ടി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഒരു ചെറിയ എമൗണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് അങ്ങനെ പല ആപ്പിൽ നിന്ന് എടുക്കാൻ നേരത്തെ അത് വലിയ എമൗണ്ട് ആയിക്കോളും. മനസ്സിലായില്ലേ? വലിയ സമയം പോകുന്നില്ലല്ലോ, അതാണ്. സോ മാക്സിമം പെട്ടെന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. എന്തായാലും ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.